ഞാൻ ഡോക്ടർ രാജീവ് ജയദേവൻ, കൺവീനർ റിസർച്ച് സെൽ കേരള സ്റ്റേറ്റ് IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചിൻ ബ്രാഞ്ചിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇൻഡിപെൻഡൻസ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഡിപെൻഡൻസ്. എന്നാൽ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഈ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സ്വാതന്ത്ര്യം ഇല്ലായ്മ അത് മൃതിയേക്കാൾ ഭയാനകം എന്നാണ് അറിവുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്? ഈ മേഖലയിൽ പല എക്സ്പേർട്സും സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഞാനൊരു മെഡിക്കൽ എക്സ്പേർട്ടാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ സൈഡിൽ നിന്നും പറയാനുള്ളത്. ഒന്ന്, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം, നമ്മുടെ ഫിനാൻസസ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. രണ്ടാമത്തേത്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിനെ തകർക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് നമ്മൾ മുൻകൂറായിട്ട് അറിഞ്ഞിരിക്കണം. ഭീമമായിട്ടുള്ള ചിലവുകൾ, അതാണ് പ്രധാനമായും നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ നമ്മളെ തകർക്കുന്ന ചില ഘടകങ്ങളാണ്. ഈ ഭീമമായിട്ടുള്ള ചിലവുകൾ നമ്മൾ മനഃപൂർവ്വം വരുത്തി വയ്ക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഓൾറെഡി കടത്തിലുള്ള ഒരാൾ വളരെ വില കൂടിയ ഒരു കാറ് വാങ്ങിക്കുന്നു. അയാളുടെ അയൽക്കാരൻ വില കൂടിയ കാറ് ഓടിക്കുന്നത് കണ്ട് ഈ വ്യക്തിയും വളരെ വില കൂടിയ കാറ് വാങ്ങിക്കുന്നു. ആ കാറിൻ്റെ ലോണിന്മേൽ ലോണായിട്ട്, ഇൻട്രസ്റ്റിന്മേൽ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കാൻ പാടുപെടുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തേത്, ആർഭാടമായിട്ടുള്ള പല ചിലവുകളും നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. നമ്മൾ സാധാരണ ആരോഗ്യം എന്ന് പറയുമ്പോൾ പ്രമേഹം, ഷുഗർ, കൊളസ്ട്രോൾ എന്നൊക്കെയാണ് പറയാറ്. ഇതൊക്കെ അതിനേക്കാളും മീതെ നിൽക്കുന്ന സംഭവങ്ങളാണ്. നമ്മുടെ കയ്യിൽ ചിലവാക്കാൻ പണമില്ലെങ്കിൽ ഏതൊരു ചെറിയ ആരോഗ്യ പ്രശ്നവും വലിയ പ്രശ്നമായിട്ട് മാറും. മാത്രമല്ല, നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിന് അമിതമായിട്ടുള്ള ചിലവ് വേണ്ടി വന്നാൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ കാര്യവും പ്രശ്നത്തിലാവും. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ വീട്ടിൽ കഴിയും. നമ്മുടെ വീട്ടിൽ പ്രായമായ അച്ഛനമ്മമാരുണ്ടായെന്നിരിക്കാം, സഹോദരങ്ങളുണ്ടായെന്നിരിക്കാം, മക്കളുണ്ടായെന്നിരിക്കാം. വലിയ കടം വരുത്തി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായി? അപ്പോൾ അങ്ങനെ കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. നമുക്ക് പൊതുവേ പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ 3 തരമാണ്. ഒന്ന്, നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്നത്. രണ്ടാമത്തേത് ആകസ്മികമായിട്ടുണ്ടാകുന്നത്. നമ്മൾ കാണാറുണ്ട്, പെട്ടെന്നൊരാൾ മരിച്ചു വീഴുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ ഒരാൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖം വരുന്നു, അയാൾ മരണപ്പെടുന്നു, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ. അത് രണ്ടാമത്തെ സെക്ഷൻ. മൂന്നാമത്തേത്, സാധാരണ കാണാറുള്ള, നമ്മൾ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന, സാധാരണ കണ്ടുവരാറുള്ള പല രോഗങ്ങൾ, പ്രമേഹം, ബ്ലഡ് പ്രഷർ, ഹൃദ്രോഗം, ക്യാൻസർ. ഇതൊക്കെ നമ്മൾ എത്രയും കാലം ജീവിക്കുന്നുവോ അതിൻ്റെ റിസ്ക് കൂടുതലായിട്ട് വരും. ഈ ആയുർദൈർഘ്യം കൂടുന്നതനുസരിച്ച് നമുക്ക് ചില രോഗങ്ങളും കൂടി വരും. അതൊരു കുറ്റമായിട്ട് കാണേണ്ടതില്ല, അതങ്ങനെയാണ്. ഒരാൾ എത്രയും കാലം ജീവിക്കുന്നുവോ ചില രോഗങ്ങൾക്കുള്ള സാധ്യത കൂടുതൽ വരും. ഫോർ എക്സാമ്പിൾ, ക്യാൻസർ. ഒരു 40 വയസ്സിൽ എല്ലാവരും മരണമടഞ്ഞിരുന്നെങ്കിൽ ക്യാൻസർ ഉണ്ടാവുകയില്ല, കാരണം വളരെ കുറച്ച് ക്യാൻസർ കാണപ്പെടുകയുള്ളൂ. പക്ഷേ എല്ലാവരും 80 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ ആ സമൂഹത്തിൽ ഒരുപാട് ക്യാൻസർ കാണും, അല്ലേ? ഇത്രയും കാലം ജീവിക്കുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് നമുക്കതിനെ കാണാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ 3 ഘടകങ്ങൾ. ഒന്നാമത്തേത് നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്നത്. 2, നമുക്ക് പ്രവചിക്കാൻ പറ്റാതെ ആകസ്മികമായിട്ടുണ്ടാകുന്നത്. മൂന്നാമത്തേത് ഈ ആയുർദൈർഘ്യം കൊണ്ടുണ്ടാകുന്നത്. ഇങ്ങനെയാണ് 3 രീതിയിൽ ഇതിനെ നമുക്ക് കൺസെപ്ച്വലൈസ് ചെയ്യാം. എനിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളത് അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അശ്രദ്ധ മൂലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അശ്രദ്ധ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ഒന്ന്, നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക്, നമ്മളെല്ലാവരും കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, ഒരു വർഷം 700-ൽ ഒരാൾക്ക് റോഡിൽ വെച്ച് ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി പറ്റുന്നുണ്ട്. സീരിയസ് ഇഞ്ചുറി, ഞാൻ പറയുന്നത് വീണ് കാലൊടിയുന്നതല്ല, സീരിയസ് ഇഞ്ചുറി. അതായത് ആശുപത്രിയിൽ കിടന്ന് ആഴ്ചകളോളം ചികിത്സിച്ച് ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരുന്ന ചികിത്സകൾ ഈ 700-ൽ ഒരാൾക്ക് വേണ്ടി വരുന്നുണ്ട്. ഈ ഫാമിലിയിലെല്ലാം തന്നെ കറ്റാസ്ട്രഫിക് എക്സ്പെൻസ് ഉണ്ടാവുകയാണ്. ഒന്ന്, മിക്കവാറും ഈ മരണപ്പെടുന്ന എല്ലാവരും തന്നെ ആ വീട്ടിലെ പ്രധാന ബ്രെഡ് വിന്നർ ആയിരിക്കും. അതായത് ആ വീടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും. ആ ജോലിക്ക് പോകുന്ന ഇടയ്ക്കാണല്ലോ മരിക്കുന്നത്. എത്രയോ നഴ്സുമാർ, എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ എത്രയോ നഴ്സുമാർ 2 വീലർ അപകടങ്ങളിൽ മരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കറ്റാസ്ട്രഫിക് എക്സ്പെൻസസ് ആണ്. ഇതെല്ലാം ഓരോരോ സ്റ്റോറി ആകുമ്പോൾ നമ്മളതിനെ ഒരു പത്രവാർത്തയായിട്ട് നമ്മളതിനെ കാണുകയാണ്. പക്ഷെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്.
ആക്സിഡൻറ്റ് ഇൻഷുറൻസ് നിലവിലുണ്ട്. അപ് ടു 10 lakhs. തുച്ഛമായിട്ടുള്ള ഏതാനും എ ഫ്യൂ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ആകുന്നുള്ളൂ ഒരു വർഷത്തേക്ക്. എത്ര പേർക്ക് ഇതേപ്പറ്റി അറിയാം? വെരി ഫ്യൂ പീപ്പിൾ. പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ച് നോക്കൂ. ദേ ഹാവ് ഇൻഷുറൻസ്. ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ 10 ലക്ഷം വരെയുള്ള ചികിത്സകൾ അവർ കവർ ചെയ്യും. പക്ഷേ ആരും എടുക്കുന്നില്ലേ? എനിക്ക് അപകടം, മറ്റുള്ളവർക്കാണല്ലോ അപകടം വരുന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. കേരളത്തിൽ 4,200 people die every year on the roads. നമ്മളിൽ പലരും ചിന്തിക്കുന്നത് നമുക്ക് ജോലി കിട്ടി, പ്രൊമോഷനായി, നമ്മൾ മാനേജറായി, ജനറൽ മാനേജറായി, ടോപ്പായി, CEO ആയതിനു ശേഷമാണ് നമുക്ക് പൈസ വരുന്നതെന്നുള്ളതാണ്. ദാറ്റ് ഈസ് നോട്ട് ട്രൂ. നമ്മുടെ സമ്പദ് വ്യവസ്ഥ തീരുമാനിക്കുന്നത് ടൈമാണ്. ദ ടൈം. അതായത് നമ്മൾ എത്രയും നേരത്തെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തോ ആ പോയിന്റിലാണ് നമ്മുടെ സമ്പത്ത് വളരാൻ തുടങ്ങുന്നത്. അല്ലാതെ നമുക്ക് കമ്പനിയുടെ മാനേജർ ആയതിനു ശേഷം ഉയർന്ന ശമ്പളം കിട്ടുമ്പോഴല്ല. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഫസ്റ്റ് ജോബ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര സേവിങ്സ് ചെയ്യുന്നോ ദാറ്റ് ഡിസൈഡ്സ് യുവർ വെൽത്ത്, നോട്ട് യുവർ സാലറി ആസ് ദ മാനേജർ 30 years ലേറ്റ്. പലരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് അതാണ്. ആദ്യത്തെ എത്രയും വർഷം അടിച്ചു പൊളിച്ച് ശമ്പളം മുഴുവനും ബ്ലോ ചെയ്തിട്ട് വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ വാച്ചുകൾ, ഫോണുകൾ ഇതൊക്കെ വാങ്ങിച്ച് യാത്രകൾ, ഫോറിൻ ട്രിപ്സ് എല്ലാം നടത്തി അത് മുഴുവനും തീർക്കും. എനിക്ക് നല്ല സാലറി കിട്ടാൻ പോവുകയാണല്ലോ, ആ സമയത്ത് ഞാൻ സേവ് ചെയ്തോളാം. ദാറ്റ് ഈസ് ഫ്ലോ. ദാറ്റ്സ് എ ബിഗ് ബ്ലണ്ടർ. ശമ്പളം കിട്ടാതെ വരുന്ന ആ സമയത്ത് ഇതേ ജീവിതശൈലി തുടരാൻ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സാമ്പത്തിക ഭദ്രതയുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ ഡെഫിനിഷൻ. അതായത് ദ മോമെൻറ്റ് ഹൈപ്പത്തറ്റിക്കലായിട്ട്, സാങ്കല്പികമായിട്ട് സാലറി വന്നില്ല എന്നിരിക്കട്ടെ, ആ നിമിഷം മുതൽ നമ്മുടെ ഈ ഒരു ജീവിതശൈലി മാറ്റം കൂടാതെ നമുക്ക് തുടരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദെൻ യു ആർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, കടമുണ്ടാകാൻ പാടില്ല. കടം എടുത്തിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് നെറ്റ് വർത്ത് വെച്ചിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിട്ടേൺസ് കൊണ്ടും നമ്മുടെ ജീവിതശൈലി തുടരാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കണ്ടീഷൻ എമർജൻസി ഫണ്ട്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന കറ്റാസ്ട്രോഫിക് എക്സ്പെൻസ് തടയാനുള്ള ഫണ്ടും കവറേജും നമുക്കുണ്ട് എന്ന് ഉള്ള വ്യവസ്ഥയിൽ സാലറി ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നെങ്കിൽ ദെൻ യു ആർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അത് എത്രയും നേരത്തെ കൈവരിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. കാരണം ഇത് ശരിയാണ്, ഐഡിയലിസ്റ്റിക് ആണെങ്കിലും നമ്മൾ ജോലിക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകണം. നമ്മളൊരു എത്രയും നേരത്തെ തന്നെ, അതായത് വളരെ പ്രായമേറുന്നതിന് മുൻപ് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ വെറുതെ ഇരുന്ന് TV കാണുക എന്നുള്ളതല്ല, അതിനുശേഷം നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ടൈം ഇസ് വെരി വാല്യുബിൾ, ലിമിറ്റഡ് ആണ്. ഈ സമയം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് മറ്റാരെയും ആശ്രയിക്കാതെ, മറ്റാരുടെയും അനുവാദം ചോദിക്കാതെ നമുക്ക് നമ്മുടെ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. നമ്മളിപ്പോൾ എല്ലാവരും തന്നെ സമയം ചെലവഴിക്കുന്നത്, നമ്മുടെ ബോസ് ഉണ്ടാവും, നമ്മുടെ കമ്പനി ഉണ്ടാവും, ആ കമ്പനിക്ക് ഇന്ന ദിവസം ഇത്ര സമയം നമ്മൾ ജോലി ചെയ്യണം, നമ്മൾ വ്യവസ്ഥയുണ്ട്. അപ്പോൾ നമ്മുടെ സമയം നമ്മൾ അവർക്ക് അടിയറവ് വെച്ചിരിക്കുകയാണ്. വി ആർ സറണ്ടറിങ് അവർ ടൈം ടു ദ എംപ്ലോയർ. ശരിയല്ലേ? അപ്പോൾ ആ അടിയറവിൽ നിന്ന് നമ്മൾ എന്ന് സ്വതന്ത്രരാകുന്നുവോ അതാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അതിപ്പോൾ തീരുമാനിക്കുന്നത് നമ്മളിപ്പോൾ വളരെ ലാവിഷായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണെന്നിരിക്കട്ടെ. ഒരാൾക്ക് ബെൻസ് കാർ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വലിയ 3000 സ്ക്വയർ ഫുട്ടുള്ള വീട് വേണം, അല്ലെങ്കിൽ വലിയ പറമ്പ് വേണം, അല്ലെങ്കിൽ 3-4 വീടുകൾ വേണം. ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലാണ്, അല്ലെങ്കിൽ എല്ലാ 2 മാസം കൂടുമ്പോഴും ഫോറിൻ ട്രിപ്പ് വേണം. ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലാണെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് സാധാരണ ഒരു വീട്, അത്യാവശ്യം വേണ്ട ഒരു വാഹനം, സാധാരണ ഭക്ഷണം, സാധാരണ വേഷം, ആർഭാടമില്ലാതെയുള്ള ജീവിതമാണെങ്കിൽ നമ്മളിപ്പോഴുള്ള വരുമാനം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആർഭാടം ഇഷ്ടപ്പെടുന്ന ഒരാൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരിക്കലും നേടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ആർഭാടം കുറച്ചുള്ള ജീവിതമുള്ള ആൾക്ക് വളരെ പെട്ടെന്ന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടാൻ സാധിക്കും. ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പറഞ്ഞാൽ ബ്ലിസ്സാണ്. അതായത് അതൊരു പ്രത്യേകതരം പീസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അതായത് മറ്റൊരാളുടെ അനുവാദം നമ്മുടെ സമയത്തിന് ആവശ്യമില്ല. എനിക്കൊരു ദിവസം ലീവ് വേണമെന്ന് ആരുടെയും മുമ്പിൽ പോയി നമ്മൾ കേണപേക്ഷിക്കേണ്ട കാര്യമില്ല.
ചിലപ്പോൾ ആ വ്യക്തിയൊന്ന് ലീവ് എടുക്കാൻ പറ്റില്ല, ഇവിടെ ജോലി കൂടുതലാണ് എന്ന് പറയുന്ന നമ്മളെല്ലാവരും അതിൽ ഫെമിലിയറാണ് അല്ലേ. അതില്ലാത്ത ഒരവസ്ഥ വളരെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ അതിന് ചുറ്റും ആർഭാടമുണ്ടാകണം എന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ലക്ഷറിയും ഹാപ്പിനെസ്സും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമില്ല. ലക്ഷറി എന്നുള്ളത് പലപ്പോഴും മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. പക്ഷേ മറ്റുള്ളവർ ഇമ്പ്രസ്ഡ് ആകുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ദേ നോട്ട് ഇമ്പ്രസ്ഡ്. കാരണം നമ്മളെ തന്നെയാണ് ഇമ്പ്രസ് ചെയ്യേണ്ടത് അല്ലേ. നമ്മളുടെ നെയ്ബറിനെ ഒരിക്കലും നമുക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം നമ്മളിപ്പോൾ നല്ലൊരു വാഹനം വാങ്ങിച്ചാൽ പോലും അതിനേക്കാൾ നല്ലൊരു വാഹനം അടുത്ത ദിവസം റോഡിൽ പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മളെവിടെ എത്തി? നമ്മൾ വീണ്ടും അതിനേക്കാൾ നല്ലത് വാങ്ങിക്കണം ചിന്തിക്കുന്നു, കൂടുതൽ കടമെടുക്കുന്നു, ഇങ്ങനെ. അപ്പോൾ ആർഭാടങ്ങളിൽ വീഴരുത്, താരതമ്യങ്ങളിൽ വീഴരുത്. യു മസ്റ്റ് കമ്പീറ്റ് എഗൻസ്റ്റ് യുവർ സെൽഫ്. ഞാൻ ഇന്നലെ വരെ എന്തെല്ലാം സ്കില്ലുകൾ എനിക്കുണ്ടായിരുന്നുവോ, നാളെ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ സ്കില്ലുണ്ടാകണം. എൻ്റെ ആരോഗ്യം ഇത്രയും കാലം എന്താരോഗ്യം ഉണ്ടായിരുന്നോ അതിനേക്കാൾ മെച്ചപ്പെടണം എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ യെസ്, യു വിൽ ഗെറ്റ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഫാസ്റ്റർ. എല്ലാവർക്കും അത് സാധ്യമല്ലെങ്കിലും നമ്മളത് നേരത്തെ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്കുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫ് മുമ്പോട്ട് പോകാൻ സാധിക്കും. നമുക്ക് ഓർമ്മയുള്ളത് നമ്മുടെ ഒരു മുമ്പത്തെ ജനറേഷനാണെങ്കിൽ സർക്കാർ ജോലി, ഒരു 60 വയസ്സ് കഴിയുമ്പോൾ റിട്ടയർ ചെയ്ത് പെൻഷനോടുകൂടി വീട്ടിലിരിക്കുന്നുള്ളൊരു കോൺസെപ്റ്റ് നാട്ടിലുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. സ്ഥിരമായിട്ടുള്ള ജോലി, സ്ഥിര വരുമാനം, ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇത് ഏജ് ഓഫ് ഡിസ്റപ്ഷനാണ്. ഇന്നുണ്ടാകുന്ന ജോലി ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞ് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് വി മസ്റ്റ് ഓൾവേസ് അപ്പ് സ്കിൽ അവർ സെൽസ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ല് ഭാഷ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഈ 3 ഭാഷകൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. യെസ്, ഹിന്ദി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ കേരളത്തിന് പുറത്ത് ഒരു 22 വർഷം ജീവിച്ചിട്ടുള്ള ആളാണ്. ഹിന്ദി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്നത് ഇസ് ഗുഡ്. ഇംഗ്ലീഷ് നല്ല ഭംഗിയായിട്ട് സംസാരിക്കാൻ, നാച്ചുറലായിട്ട് പറയാൻ അറിഞ്ഞിരിക്കണം. അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് മാർഗ്ഗങ്ങളുണ്ട്. മൂന്നാമത്തേത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതായത് ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങൾ കൃത്യമായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുവോ, ആ വ്യക്തി പറയുന്നത് കേൾക്കാനുള്ള കൗതുകം അല്ലെങ്കിൽ ആ ഒരു താല്പര്യം നമ്മൾ കാണിക്കുന്നുവോ, ആ താല്പര്യം കാണിക്കുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ ഫിനാൻഷ്യൽ ലിറ്ററസി, അതായത് നമ്മുടെ ഫിനാൻസസിനെ പറ്റിയുള്ള ഇമ്പാർഷ്യലായിട്ടുള്ള നമ്മൾ വായിക്കുന്ന പല ലേഖനങ്ങളും കമേഴ്ഷ്യലി ബയസ്ഡ് ആണ്. അവനവന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പല ലേഖനം ഉണ്ടാക്കിയെന്നിരിക്കും. അങ്ങനെയുള്ളതല്ലാതെ കലർപ്പില്ലാത്ത ലേഖനങ്ങൾ വായിച്ച് ഫിനാൻഷ്യൽ ലിറ്ററസി വർദ്ധിപ്പിക്കുന്നതും അവനവൻ്റെ സ്കില്ല് കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ദിസ് ഇസ് വാട്ട് ഐ ഡു. ഐ കീപ് അപ്പ് സ്കില്ലിങ്. കൂടുതൽ വായിക്കാറുണ്ട്. എൻ്റെ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും വായിച്ചറിയാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ അസ്പയർ ഫോർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് ആദ്യം അറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഇസ് യുവർ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ആദ്യം നമ്മൾ തീരുമാനിക്കുക, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് സ്റ്റൈൽ, ഇതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നമുക്കൊരു ഉറപ്പാണ്. അതിനുശേഷം വി ക്യാൻ വർക്ക് ഓൺ ദാറ്റ്. പക്ഷേ എനിക്കെന്താണ് ആവശ്യമെന്ന് എനിക്കറിയില്ലെങ്കിൽ, പപ്പു പറഞ്ഞതുപോലെ തനിക്കെന്താണ് ആവശ്യമെന്ന് തനിക്കറിയില്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട് ആഫ്റ്റർ ദാറ്റ് ആൻഡ് ദ എൻഡിങ് ഇസ് ലൈക്ലി ടു ബി നോട്ട് വെരി ഗുഡ്. എൻ്റെ പേര് ജോർജ് ജോസഫ്. ഞാനൊരു ഫിനാൻഷ്യൽ ജേർണലിസ്റ്റാണ്. ഒരു വ്യക്തിക്ക് എങ്ങനെയാണോ അവൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും അവൻ്റെ സാമൂഹികമായ ഇടപെടലിനുള്ള സ്വാതന്ത്ര്യവും മതപരമായ സ്വാതന്ത്ര്യം, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം, നല്ല ഒരു ജീവിത നിലവാരത്തിൽ ജീവിക്കാനുള്ള അവൻ്റെ സ്വാതന്ത്ര്യം, അത്തരത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ശാഖോപശാഖകൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുമോ ആ എല്ലാ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ശാഖകളുടെയും ബേസിക് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. സാമ്പത്തികമായ ഒരാൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അവന് സ്വതന്ത്രമായി അവൻ്റെ ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും അനുസരിച്ച് അവന് ഉദ്ദേശിക്കുന്ന രീതിയിൽ അവന് മുന്നോട്ട് പോകാൻ കഴിയുന്ന, അവനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ ഏതെല്ലാം രീതിയിൽ അവൻ പുരോഗമിക്കുന്നുണ്ടോ, ഏതെല്ലാം രീതിയിൽ അവൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നടക്കുന്ന രീതിയിലേക്കുള്ള ഒരു സാമ്പത്തികമായ അടിത്തറ അവനുണ്ടായിരിക്കുക എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. തൻ്റെ ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസൃതമായ രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക നിലവാരത്തിലേക്ക് അവൻ ഉയരുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. ഒരാൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുക എന്ന് പറയുന്നത് അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസിയാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ
രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥകൾ എന്താണ്, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക മേഖലകൾ വർക്ക് ചെയ്യുന്നത്, ഏതെല്ലാം രീതിയിലുള്ള അവന്യൂസ് നമ്മുടെ മുമ്പിലുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, സാമ്പത്തികമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, ഏതെല്ലാം രീതിയിലാണ് നമുക്കതിൽ ഇടപെടാൻ കഴിയുക, ഇതിനെല്ലാം പൊതുവിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ സാമ്പത്തിക ലിറ്ററസി എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ മറ്റ് രീതിയിൽ ലിറ്ററേറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും സാമ്പത്തികമായ ലിറ്ററസി പൊതുവെ കുറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു വലിയ ഒരു ബിരുദ തലത്തിലോ പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിലോ ഒക്കെ ഒരു ഡിഗ്രിയും അങ്ങനെയുള്ള ഇതിലൊക്കെ എത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്കിൽ എങ്ങനെയാണ് ഇടപാടുകൾ നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കാര്യങ്ങളിൽ എങ്ങനെയാണ് തൻ്റെ പൈസ ഏറ്റവും ആദായകരമായ രീതിയിൽ സുരക്ഷിതമായ രീതിയിൽ നിക്ഷേപിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം എടുത്തിട്ടുണ്ടെങ്കിൽ സമീപകാലത്തായിട്ട് ഒട്ടേറെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഓഹരി വിപണിയിലിട്ട് പൈസ ഇരട്ടിപ്പിച്ച് തരാം, വലിയ തോതിൽ വരുമാനം ഉണ്ടാക്കി തരാം, ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ച് കാശുണ്ടാക്കി തരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ഞാൻ നിങ്ങളുടെ പൈസ വലിയ തോതിൽ ഇരട്ടിപ്പിച്ച് തരാം എന്നൊക്കെ പറഞ്ഞുള്ള തട്ടിപ്പ് കേസുകൾ കോടികൾ 100, 200, 300, 500 കോടികളൊക്കെ തട്ടിച്ചുകൊണ്ട് പോയ കഥകൾ നമ്മൾ എപ്പോഴും മിക്കവാറും എനിക്ക് തോന്നുന്ന ഒരു വർഷത്തിൽ ഒരു 2-3 കേസുകളെങ്കിലും പ്രമാദമായ കേസുകൾ വരാറുണ്ട്. ഈ കേസുകളിൽ ഉൾപ്പെടുന്നത് സാധാരണക്കാരല്ല, കേവലം വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, താഴേക്കിടയിലുള്ളവരല്ല, ഏറ്റവും ഉന്നതരായിരിക്കുന്ന ഡോക്ടർമാർ മുതൽ പ്രൊഫഷണലുകൾ അടക്കമുള്ള ആളുകൾ ഈ കെണിയിൽ വീഴുകയാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ അവിടെ ഫിനാൻഷ്യലി അവിടെ ഇല്ലിറ്ററേറ്റ് ആയിരിക്കുന്നു. അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇൻസ്ട്രുമെൻറ്റിനും ഒരു തരത്തിലുള്ള നിക്ഷേപ രീതിക്കും നമുക്ക് നമ്മുടെ പണത്തെ പെട്ടെന്ന് ഇരട്ടിപ്പിച്ച് പണം കായ്ക്കുന്ന ഒരു മരമാക്കി മാറ്റാൻ കഴിയുന്ന ഒന്നും തന്നെ ഈ ഭൂമിയിലില്ല. അപ്പോൾ അതൊരു വലിയൊരു ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാതിരിക്കുന്നത് ഇത്തരം ചതിക്കുഴികളിൽ തട്ടിപ്പുകളിൽ പോയി വീഴുന്നതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ്. അങ്ങനെ വരുമ്പോൾ അവൻ്റെ സാമ്പത്തികമായ സ്ഥിതി മോശമാകുന്ന അവസ്ഥയിൽ മറ്റ് സ്വാതന്ത്ര്യങ്ങളും കൂടി ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്ക് വരും. അവന് പുറത്തിറങ്ങാൻ കഴിയാതെ വരുന്നു, സഞ്ചരിക്കാൻ കഴിയാതെ വരുന്നു, അവൻ ഒരുപക്ഷെ കേസിലകപ്പെട്ട് ജയിലിൽ കിടക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഇതെല്ലാം മറ്റ് സ്വാതന്ത്ര്യങ്ങളെ കൂടി ഹനിക്കുകയാണ്. അപ്പോൾ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടിരിക്കുക, എങ്ങനെയാണ് ഒരു ബാങ്ക് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓഹരി മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, അതിൽ എനിക്ക് എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സുരക്ഷിതമായിട്ടുള്ള ഭാവിയിലേക്ക് വേണ്ടുന്ന കരുതൽ, പെൻഷൻ സ്കീമുകൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആളുകൾക്ക് അവബോധം സൃഷ്ടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ, സ്കൂൾ കരിക്കുലത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് നമ്മുടെ കാരണവന്മാർ നമ്മളോട് പറയും, എടാ ഒരു കടം ഉണ്ടാവരുത്, 10 പൈസയുടെ കടമില്ലാതെയാണ് ഞാൻ മരിച്ചത്, അല്ലെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ നിനക്കൊരു ബാധ്യതയാണ് ഉണ്ടാക്കി വയ്ക്കുന്നില്ല എന്ന് പറയുന്നൊരു ശീലം പണ്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് അതെല്ലാം മാറ്റി മറിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ കടമെടുക്കുന്ന രീതി. ഇപ്പം കടമെടുപ്പ് ശരിയാണോ, വായ്പ എടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ, മാറിയ ലോക സാഹചര്യത്തിൽ കടം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വായ്പ എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം. ഇപ്പോൾ വികസിത രാജ്യങ്ങളാണെങ്കിൽ എല്ലാം ക്രെഡിറ്റ് കാർഡിന്മേലും മറ്റു രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അത് കടം ഒരു നല്ല കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ പഴയ കാലത്ത് ഒരിക്കലും അത് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു സ്റ്റേജ്, അതിൻ്റെ ഒരു സ്റ്റേറ്റ് വിലയിരുത്താതെ നമ്മൾ കടമെടുക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തും ഏതും നമുക്ക് വാങ്ങിക്കൂട്ടുക. ഇപ്പോൾ ഒരാൾക്ക് ഒരു 50 ലക്ഷം രൂപയോ 60 ലക്ഷം രൂപയുടെയൊക്കെ വലിയൊരു വീട് വെക്കണം എന്നുള്ളൊരു കാര്യം വരിക. അതിനുവേണ്ടി അയാളുടെ കയ്യിലുള്ളത് ചിലപ്പോൾ 10 ലക്ഷം രൂപയാണെങ്കിൽ ബാക്കി 50 ലക്ഷം രൂപ കടമെടുക്കുക. വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി കടമെടുക്കുക. ഇതെല്ലാം തന്നെ വലിയ ഒരു ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉളവാക്കും. അത് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വ്യക്തി അവനവൻ്റെ വരുമാനത്തിനും അവൻ്റെ സാമ്പത്തിക സ്ഥിതിക്കും അനുസൃതമല്ലാത്ത രീതിയിൽ വായ്പ എടുക്കുന്ന അവസ്ഥയുണ്ടാവും. ഈ വായ്പ എടുക്കുന്ന പണം എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റീവായി ഉൽപ്പാദനക്ഷമപരമായ രീതിയിൽ നമുക്ക്
പ്രയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് അതിനർത്ഥമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾ നമ്മൾ കടമെടുക്കുമ്പോൾ നമ്മുടെ വരുമാനത്തിൽ നിന്നും നമുക്കത് അടയ്ക്കാൻ കഴിയും. ഇപ്പം നിലവിലെ ഒരു പരിസ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പ് പോലെ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധി മൂലം കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു, വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നു, ആത്മഹത്യകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നു. ബാങ്ക് വായ്പ എടുത്തിട്ട് ജപ്തി ചെയ്യാൻ വരുമ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അത് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ഒരു അഫ്ലുവൻസിൻ്റെ പുറത്ത് അപ്പുറത്ത് വീട്ടുകാരൻ അവൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ വിദേശത്ത് അയച്ചു, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരൻ ഇത്രയും വലിയൊരു കാറ് വാങ്ങി, അല്ലെങ്കിൽ എൻ്റെ ബന്ധു ഒരു വലിയ വീട് വെച്ചു, ആ രീതിയിൽ ആലോചിച്ച് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ കൃത്യമായി മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യാതെ പെട്ടെന്ന് വലിയ ബാധ്യതകൾ നമ്മൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് വേറൊരു വലിയ പ്രശ്നമുണ്ട്. അതുകൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാറിയ സാഹചര്യത്തിൽ നമ്മുടെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം വല്ലാതെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം, TCS കഴിഞ്ഞ ദിവസം 12,000-ലധികം ആളുകളെ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു, പിരിച്ചുവിടാൻ. അവർ നല്ല രീതിയിൽ ശമ്പളം വാങ്ങിച്ചിരിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഒരു സുപ്രഭാതത്തിൽ കമ്പനി പറയണം ഞങ്ങൾ ഇത് ചെയ്യുന്നു. അത് ഇനി ഭാവിയിൽ അത് വല്ലാതെ കൂടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടാവും, ഒരു കാർ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതെടുത്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പണം എടുക്കുന്ന രീതിയിൽ ഇന്നത്തെ നമ്മുടെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഏത് മേഖലയിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഏത് മേഖലയിലും ഇന്ന് ജോലിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വം ഇല്ല. അങ്ങനെ വരുമ്പോൾ ലോങ് ടേമിലെ ഒരു ഇത് കണ്ടിട്ട് നമ്മൾ 10-20 കൊല്ലത്തേക്കൊക്കെ വായ്പ എടുക്കുന്ന അവസരത്തിൽ ഈ പ്രതിസന്ധി ഉരുണ്ടുകൂടും. അവനെ 20 കൊല്ലത്തേക്ക് നമ്മൾ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ 4-5 കൊല്ലം കഴിയുമ്പോഴായിരിക്കും അയാൾ ജോലിയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ വേറൊരു ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ കംഫർട്ടബിളായിട്ടുള്ളൊരു ഇൻകം അയാൾക്ക് ഉണ്ടാവണമെന്നില്ല, അത് തിരിച്ചടയ്ക്കുന്നതിന് പര്യാപ്തമായ വിധത്തിൽ. അപ്പോൾ ഈ രീതിയിലെല്ലാം ഉള്ള ഒരു മാറുന്നൊരു പശ്ചാത്തലം, ജോലി സ്ഥിരതയില്ല, വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒരാൾ സർവീസിൽ കയറിയാൽ അയാൾ പെൻഷൻ പറ്റുന്നവരെ അയാൾക്ക് ഒന്നും അറിയണ്ട, അയാൾ സ്വാഭാവികമായ അയാൾക്ക് കിട്ടേണ്ട പ്രൊമോഷൻസ് കിട്ടും, സ്വാഭാവികമായ ശമ്പള പരിഷ്കരണം ഉണ്ടായിക്കൊണ്ടിരിക്കും, ആ വരുമാനം കൃത്യമായ അയാളുടെ മാസത്തിൽ കിട്ടും. ഇന്നതല്ല. പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കടുത്ത അനിശ്ചിതത്വം നിൽക്കുന്നു. TCSൻ്റെ കേസ് അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. TCSനെ പോലെ കമ്പനികളെ ഫോളോ ചെയ്തുകൊണ്ട് പല കമ്പനികളും വരാം, പല കമ്പനികൾ പിരിച്ചുവിടൽ നടക്കുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കൃത്യമായൊരു പ്ലാനിങ് നടത്തി പോകേണ്ട അവസ്ഥയുണ്ട്. അതാണ് ഇന്ന് ഒരവസ്ഥ. അപ്പോൾ കടമെടുക്കുന്നത് ഒരിക്കലും തെറ്റായൊരു കാര്യമോ ദോഷകരമായൊരു കാര്യമോ ഒന്നുമല്ല. കടമെടുക്കുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവായി അത് ഉപയോഗിക്കാൻ ശ്രമിക്കണം. അവനവൻ്റെ സമ്പാദ്യത്തിനും വരുമാനത്തിനും സാമ്പത്തിക സ്ഥിതിക്കും അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള വലിയ കടമെടുപ്പുകളിലേക്ക് പോകരുത്. സാമ്പത്തിക അനിശ്ചിതത്വം ലോകത്ത് നിലനിൽക്കുന്നു. അത് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ഓർഡറാണ്, വേൾഡ് ഓർഡറായി തന്നെ മാറിയിരിക്കുന്നു. തൊഴിൽ നഷ്ടവും വരുമാന നഷ്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കണക്കൂട്ടി നമ്മളൊരു ഉചിതമായ കൃത്യമായൊരു തീരുമാനം എടുക്കണം. ആ കൃത്യമായ തീരുമാനം എടുക്കുന്നതിന് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചേഞ്ചുകൾ എപ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മറ്റത് 10-20 വർഷം കൊണ്ടൊക്കെയാണ് ഒരു ചേഞ്ച് ഉണ്ടാകുന്നതെങ്കിൽ ഇന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചേഞ്ച് നമ്മുടെ മുമ്പിൽ വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സാമ്പത്തിക വരുമാനത്തിനകത്ത് നിൽക്കുന്ന ഒരു ജീവിതത്തെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് എടുക്കണം. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ വഴിവിട്ട് പോകുന്നൊരു സ്ഥിതിയിലേക്ക് വരും. 2, നമ്മൾ ഭാവിയിലേക്ക് നല്ലൊരു കരുതൽ കണ്ടെത്തി വെക്കണം. അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻഷുറൻസ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റുകളിൽ നമ്മൾ നിക്ഷേപിച്ച് ഒരു ഭാവി സുരക്ഷിതത്വം ഉണ്ടാകുമെന്നൊന്നും ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ആ ഒരു അനുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് പോകാം. മറ്റൊരു കാര്യം, നമ്മൾ കടമെടുക്കുക എന്ന് പറയുന്ന ശീലം അനാവശ്യമായ എന്ത് കാര്യത്തിനും നമ്മളൊരു വെറുതെ ആവശ്യമില്ലാതെ ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ അങ്ങ് എടുത്തേക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊടുത്തത് പർച്ചേസ് ചെയ്തേക്കാം. ആവശ്യമാണോ അനാവശ്യമാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഉടനെ അതിലേക്ക് എടുക്കുന്നൊരു സ്ഥിതിയിലേക്ക് പോകാതിരിക്കുക. പൊതുവിൽ പറഞ്ഞാൽ കടബാധ്യത വല്ലാതെ ഉയരുന്ന രീതിയിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകാതിരിക്കുക. സമ്പാദ്യം
കൃത്യമായി നമ്മൾ ആസൂത്രണം ചെയ്ത് ഒരു സെക്ടറിൽ മാത്രമായിട്ട് അത് നിക്ഷേപിച്ച് പോകാതെ പല രീതിയിൽ ഒരു മേഖലയിൽ തടസ്സം വന്നാലും ഒരു മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ വീണു പോകാത്ത രീതിയിൽ നമ്മൾ നിക്ഷേപിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ആഗോള സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തും ഒക്കെ ഉള്ള സാമ്പത്തിക ചലനങ്ങൾ, രാഷ്ട്രീയ ചലനങ്ങളും നല്ല ഉൾക്കാഴ്ചയോടുകൂടി മനസ്സിലാക്കി തീരുമാനിച്ച് ഒരു സാമ്പത്തിക ജീവിതം കെട്ടിപ്പടുക്കുക. അതിനൊരു ലിറ്ററസി നമ്മൾ ആർജിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്.